ബ്രഹ്മദേവ, ഇതാ സർവദേവമയ രഥം പൂർത്തിയായി കഴിഞ്ഞു. ഹേ ത്രിലോകനാഥ, ഹേ ശിവശങ്കര, അവിടുത്തെ ആജ്ഞാനുസാരം സർവദേവമയ രഥം ഒരുങ്ങിക്കഴിഞ്ഞു. ത്രിപുരങ്ങളിലേക്ക് പ്രയാണം ആരംഭിക്കാറായി. ദയവായി ഉപവിഷ്ടനാകണമേ. പോകാം. ശ്രദ്ധിക്കുക, ദേവന്മാർ നമ്മെ കബളിപ്പിച്ചിരിക്കുന്നു. ആക്രമിക്കുക. പരമശിവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഭഗവാൻ പരമശിവൻ ജയിക്കട്ടെ! ഭഗവാൻ പരമശിവൻ ജയിക്കട്ടെ! ഭഗവാൻ പരമശിവൻ ജയിക്കട്ടെ! സേനാപതി, അസുര സൈന്യങ്ങളെ ആക്രമണം തുടങ്ങട്ടെ. അത് കണ്ടോ വിശ്വേശ്വര? 3 പേരും അവരുടെ പുരങ്ങളിൽ നിന്ന് അവരുടെ അസുരസേനയെ ഉത്തേജിപ്പിക്കുകയാണ്. അവർക്ക് ആക്രമിക്കാൻ അവസരം നൽകരുത്. അവരെ ആക്രമിച്ചുടൻ ഉന്മൂലനാശം വരുത്തണം. ഭഗവാൻ പരമേശ്വരൻ ജയിച്ചാലും! ത്രിപുരാന്തകൻ ഭഗവാൻ ശിവശങ്കരൻ ജയിച്ചാലും! ത്രിപുരാന്തകൻ ഭഗവാൻ പരമേശ്വരൻ ജയിച്ചാലും! എന്തുണ്ടായി മോനെ? എന്തുണ്ടായി? ഇത്ര പാരവശ്യം എന്താണ്? അമ്മേ, ഞാൻ ഇനി ഭിക്ഷ യാചിക്കാൻ പോകുന്നില്ല അമ്മേ. പറയൂ മകനെ, എന്താണ് ഉണ്ടായത്? ഗ്രാമവാസികൾ എന്നെ കളിയാക്കുന്നു, അപമാനിക്കുകയും ചെയ്യുന്നു. കളിയാക്കുന്നോ? അതെ, അവർ പറയുന്നു ഇത്ര വലിയ ഋഷിയായിരുന്ന വ്യാഘ്രപാദന്റെ ഈ വിഡ്ഢിയായ പുത്രന് മന്ത്രങ്ങളൊന്നും അറിയുകയില്ലെന്ന്, പൂജകൾ നടത്താനും അറിയുകയില്ലെന്ന്. അവർ പറയുന്നത് ഇവന് ധർമ്മം എന്തെന്ന് അറിയില്ല, ഒരു തൊഴിലും അറിയില്ലെന്ന്. ഇവൻ എന്തിനു ഭിക്ഷ നൽകണം? എല്ലാ
എല്ലാം കഷ്ടകാലമാണ് മോനെ. ഒരു സമയമുണ്ടായിരുന്നു, ഗ്രാമവാസികൾക്ക് നിന്റെ പിതാവിനെ എന്ത് ബഹുമാനമായിരുന്നു. ഗ്രാമവാസികൾ കാഴ്ചയായി സകല വസ്തുക്കളും കൊണ്ടുവരുമായിരുന്നു മോനെ. നമുക്ക് ഭിക്ഷയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മകനെ ഭിക്ഷയായി ഒരു പിടി ധാന്യം പോലും ലഭിക്കുന്നില്ല. പിന്നെ ഈ ഗ്രാമത്തിൽ എന്തിനു താമസിക്കണം അമ്മേ? ഇവിടെ ശകാരം കേൾക്കേണ്ടി വരുന്നു, അപമാനിക്കപ്പെടുന്നു, വിശന്ന് കഴിയേണ്ടിയും വരുന്നു. നീ പറഞ്ഞത് സത്യമാണ് മോനെ. നമുക്ക് ഈ ഗ്രാമം വിട്ട് നിന്റെ അമ്മാവിന്റെ ഗ്രാമത്തിൽ പോകാം. എന്റെ സഹോദരൻ നമുക്ക് ആശ്രയം നൽകും. പിന്നെ നമുക്കൊരിക്കലും ഭിക്ഷയാചിക്കേണ്ടി വരില്ല മോനെ. നമ്മൾ സുശർമ്മമാവിന്റെ വീട്ടിൽ എപ്പോൾ പോകും അമ്മേ? ഇന്ന്, ഇതാ, ഇപ്പോൾ തന്നെ. സ്വാമി, ക്ഷമിക്കണേ സ്വാമി. അവിടുന്ന് ഇഹലോകവാസം വെടിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എപ്പോഴും ദുഃഖിതരാണ്. അതിനാൽ ഗത്യന്തരമില്ലാതെ ഈ കുടിലും വെടിഞ്ഞ് ഞങ്ങൾ പോകുകയാണ് സ്വാമി. ക്ഷമിക്കണേ, ക്ഷമിക്കണേ. നടക്കുമോനെ. അമ്മായി നോക്കൂ, ഇവിടെ എത്ര പശുക്കളാണ്. ഇവിടെ പാൽ ധാരാളം കിട്ടുമല്ലേ? ഹാ, നടക്കും. ആദ്യം അമ്മാവനെ കാണാം. മതിയായി എനിക്ക്. നിങ്ങളെ പോലൊരു ഉപയോഗശൂന്യനെ വിവാഹം കഴിച്ചല്ലോ. സുഖം എന്നാൽ എന്താണെന്നത് ഞാൻ ഒട്ടും അറിഞ്ഞിട്ടേ ഇല്ല. ചെറിയ ചെറിയ വസ്തുക്കൾക്ക് പോലും ഞാൻ കൊതിക്കുകയാണ്. നീ എന്താണ് ഈ പറയുന്നത് താര? എന്തോ ഞാൻ പറയുന്നതെന്നോ? സത്യം, സത്യം വളരെ കൈപ്പേറിയതാണ് അല്ലേ? പുരോഹിതനായ എന്റെ അച്ഛൻ എന്റെ വിവാഹം വല്ല രാജപുരോഹിതനുമായി നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ റാണിയോ മഹാറാണിയോ പോലെ സുഖിച്ച് ജയിക്കുമായിരുന്നോ? അമ്മേ, അമ്മായി ദേഷ്യത്തിൽ സംസാരിക്കുന്നു, പക്ഷെ അമ്മാവനൊന്നും പറയുന്നുമില്ല. എന്റെ ഭാഗ്യത്തിൽ വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സുഖം എവിടെ നിന്നുണ്ടാകാനാ? സുഖം പിന്നെ വന്നിരിക്കുന്നല്ല ഭിക്ഷക്കാരെ, ഭിക്ഷ ചോദിക്കാൻ. പാപ്പാ, കടന്നു പാ. എന്താണ് ഇങ്ങനെ കണ്ണുരുട്ടി മിഴിച്ചു നോക്കുന്നത്? എന്നെ പോകുന്നോ ഇല്ലയോ? നോക്കൂ, ഞാൻ ദേവികയാണ്, നിങ്ങളുടെ ഭർത്തൃ സഹോദരി. നിങ്ങൾ എന്റെ നാത്തൂനാണ്. ഞാൻ ഈ ഭിക്ഷക്കാരിയുടെ നാത്തൂനോ? അല്ല അല്ല, ഞാൻ ഭിക്ഷക്കാരിയല്ല. ഞാൻ നിന്റെ പതി സുശർമ്മയുടെ സഹോദരിയാണ്. ഇത് നിന്റെ മരുമകനാണ്, ഉപമന്യു. ഇവനെയും കൂട്ടി എന്റെ ആങ്ങളയെ കാണാൻ വന്നതാണ്. ആങ്ങള? അപ്പൊ അത് നിന്റെ ആങ്ങളയാണല്ലേ? എനിക്കറിയാമായിരുന്നു. ഉണക്ക മരത്തിന്റെ തളിരും ഉണങ്ങിയത് തന്നെ ആയിരിക്കുമെന്ന്. വകയ്ക്ക് കൊള്ളാത്ത ആങ്ങളയുടെ പെങ്ങളും വകയ്ക്ക് കൊള്ളാത്തതായിരിക്കും. ദേവികേ, എന്റെ സഹോദരി. ജ്യേഷ്ഠാ, മതി സഹോദരി, മതി. എനിക്ക് ദുഃഖമുണ്ട്. നിന്റെ ദുഃഖത്തിൽ എനിക്ക് പങ്കുകൊള്ളാനായില്ല. ശ്യാലൻ മരിച്ച വിവരം അറിഞ്ഞിട്ടും എനിക്ക് നിന്നെ വന്ന് കാണാനായില്ല എന്റെ സഹോദരി. ഈ വിശാല ലോകത്തിൽ ഞങ്ങൾക്ക് ആരുടെയും സഹായം ലഭിക്കുകയുണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വന്നത്. ഞങ്ങൾ അമ്മയ്ക്കും മകനും ആശ്രയം തരില്ലേ ജ്യേഷ്ഠ? ഇല്ല. നിന്റെ സഹോദരൻ വലിയ പണക്കാരനോ രാജാവിന്റെ ഭൃത്യനോ ഒന്നും തന്നെ അല്ല. എന്നെയും എന്റെ ഏകപുത്രനെയും ശരിക്ക് സംരക്ഷിക്കാൻ വയ്യാത്ത ആള് നിങ്ങളെ രണ്ടുപേരെ എങ്ങനെ നോക്കാനാ? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും വീടിന് പുറത്തു നിന്നുകൊണ്ട് കരച്ചിലും
കണ്ണീര് തുടക്കിലൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി. കടന്നു പോ വന്ന സ്ഥലത്തേക്ക് തന്നെ, മനസ്സിലായോ? പോണം. അങ്ങനെ പറയരുത് താര. ആലോചിച്ചു നോക്കൂ, ദേവിക എന്റെ പെങ്ങളാണ്. അവൾ ദുഃഖിതയാണ്. പിന്നെ ഞാൻ സുഖിക്കുകയല്ലേ? മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാമെന്ന് ഞാൻ ആർക്കും വാക്ക് നൽകിയിട്ടില്ല, പ്രതിജ്ഞയും എടുത്തിട്ടില്ല. അവർക്ക് ആരാണുള്ളത്? ദേവിക നിന്റെ നാത്തൂനാണ്. നീ അവളുടെ ജ്യേഷ്ഠത്തിയെ പോലെയാണ്. മതി മതി, ദുഃഖിതയായി എനിക്ക് ജ്യേഷ്ഠത്തിയാകാൻ ആഗ്രഹമേ ഇല്ല. താര, അമാവാസിയുടെ അന്ധകാരത്തിൽ ബന്ധുക്കളുടെ ദുഃഖം അകറ്റുവാനായി സ്വയം കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കും. അതിൽ നിന്നാണ് ശരത് പൗർണമിയുടെ ജനനം ഉണ്ടാകുന്നത്. മതി മതി, ഈ ഋഷി മുനിമാരെ പോലെ സംസാരിക്കുന്നത് നിർത്തണം. ഞാൻ കുടുംബത്തിന്റെ കാര്യമാണ് പറയുന്നത് താര. നീ വേണമെങ്കിൽ എന്നെ പരീക്ഷിച്ചുകൊള്ളൂ. ഞാൻ പറയുകയാണ് നിർത്തുവാൻ. നിങ്ങൾ ശരത് പൗർണമിയുടെയും വേദാന്തത്തിന്റെയും പരീക്ഷയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ. കഴിഞ്ഞില്ലേ ഞങ്ങളുടെയും പെങ്ങളുടെയും കൂടിക്കാഴ്ച? ഇനി പെങ്ങളോട് പറയണം ദേവികയെ വന്നയിടത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ എന്ന്. ഇല്ല, ഇവർ രണ്ടുപേരും ഇവിടെ താമസിക്കും, നമ്മുടെ കൂടെ. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അനുസരിക്കാം. ഇവർ രണ്ടുപേരെയും മനസ്സിലാക്കിക്കാം. എന്ത് കാര്യത്തിന്? ഇവർ ഇവിടെ താമസിച്ചോട്ടെ, പക്ഷേ എന്റെ ദാസിയും ദാസനുമായിട്ട്. ഞാൻ പറയുന്ന അനുസരിച്ചാലേ ഞാൻ നിങ്ങളെ അനുസരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. എനിക്ക് സമ്മതമാണ്. Om Namah Shivaya.